പോക്കിമോൺ കാർഡ്സ് ഒരുപാട് മാറിപ്പോയി. നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ചാർസോട്ട് ഒരു പഴഞ്ചൻ കാർഡായി മാറിയത് മാത്രമല്ല, ഇപ്പോൾ അംബ്രിയോന്റെ കാലമാണ്. $80 വില വരുന്ന ഈ ബോക്സിന് വേണ്ടി ഇത്രയും മുതിർന്ന ആൾക്കാർ റെഡി കൂടുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഹായ്, ദിസ് ഈസ് പോക്കി മച്ചാൻ. ഞാനൊരു പോക്കിമോൺ TCG കാർഡ് കളക്ടർ ആൻഡ് ഇൻവെസ്റ്റർ. നിങ്ങളൊരു പോക്കിമോൺ ഫാൻ അല്ലെങ്കിൽ പോക്കിമോൺ കാർഡ്സ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മസ്റ്റേ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ബട്ട് അതിനു മുന്നേ ഈ വീഡിയോയിൽ ഒരു എക്സൈറ്റിംഗ് ഗീവ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ അധികം താമസിപ്പിക്കാതെ ലെറ്റ്സ് ജംപ് ഇൻടു ദി ഫസ്റ്റ് വൺ, ബൂസ്റ്റർ പാക്സ്. ഓരോ ബൂസ്റ്റർ പാക്സിലും 10 കാർഡ് വീതമാണുള്ളത്. ഇതിൽ ഒരു ഹോളോ കാർഡും 2 റിവേഴ്സ് ഹോളോ കാർഡും ഉറപ്പായും കിട്ടും. പിക്ചറിനകത്ത് ഷൈനിങ് ഫോയിലുള്ള കാർഡ്സിനെയാണ് ഹോളോ കാർഡ്സ് എന്ന് പറയുന്നത്. പിക്ചർ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഫോയിലുള്ള കാർഡ്സാണ് റിവേഴ്സ് ഹോളോ. ഇപ്പോൾ പറഞ്ഞ ഹോളോ കാർഡ്സിന് പകരമായി കുറച്ചും കൂടി റെയർ ആയിട്ടുള്ള കാർഡ്സ് നമുക്ക് കിട്ടിയേക്കാം. കാർഡ്സിൻ്റെ റെയറിനെ കുറിച്ച് നമുക്ക് ഉടനെ സംസാരിക്കാം. പക്ഷേ അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് എലൈറ്റ് ട്രെയിനർ ബോക്സ്, ഓൾസോ നോൺ ആസ് ETB. പോക്കിമോൺ പുതിയ സെറ്റ് റിലീസ് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ETB ആണ് റിലീസ് ചെയ്യുന്നത്. ഈ ബോക്സിനകത്ത് റിലീസ് ചെയ്ത സെറ്റിൻ്റെ 9 പാക്സ് കൂടാതെ TCG പ്ലെയർ സപ്ലൈസ്, ഒരു പ്രൊമോ കാർഡ് ആൻഡ് ഈ ബോക്സ് തന്നെ നമുക്കൊരു കാർഡ് സ്റ്റോറേജ് യൂണിറ്റായി ഉപയോഗിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊരു ഫസ്റ്റ് ടൈം കളക്ടർ ആണെങ്കിൽ ETBയിൽ നിന്ന് തുടങ്ങുന്നത് ഒരു നല്ല ചോയ്സ് ആയിരിക്കും. എലൈറ്റ് ട്രെയിനർ ബോക്സിന് ഒരു സ്പെഷ്യൽ എഡിഷൻ കൂടിയുണ്ട്, പോക്കിമോൺ സെൻറ്റർ എക്സ്ക്ലൂസീവ് ETB. ഇത് പോക്കിമോണിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ മാത്രമേ മേടിക്കാൻ പറ്റൂ. ആൻഡ് ഈ ബോക്സിൽ ഒരു എക്സ്ട്രാ ബൂസ്റ്റർ പാക്കും അതുകൂടാതെ പോക്കിമോൺ സെൻറ്റർ സ്റ്റാമ്പ് ഉള്ളൊരു പ്രൊമോ കാർഡ് കൂടെ കിട്ടും. ഇനി പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്ത ബൂസ്റ്റർ ബണ്ടിൽസ്. ഇതിൽ 6 ബൂസ്റ്റർ പാക്സ് മാത്രമാണ് ഉള്ളത്. എലൈറ്റ് ട്രെയിനർ ബോക്സിനുള്ളതുപോലെ പ്രൊമോ കാർഡ്സോ ആക്സസറീസോ ഒന്നും തന്നെയില്ല, ജസ്റ്റ് പ്യുവർ പാക്സ്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരത്ര വില കൂടുതലല്ലാത്ത കാർഡ്സ് ഇട്ടുവെക്കാനുള്ള ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് ടിൻസ് നോക്കാം. മിനി ടിൻസിൽ 2 ബൂസ്റ്റർ പാക്സ്, പോക്കിമോൺ ടിൻസിൽ 3 ആൻഡ് നോർമൽ ടിൻസിൽ 5 പാക്സ് പ്ലസ് ഒരു പ്രൊമോ കാർഡ് കൂടെ കിട്ടും. ഇപ്പോൾ പറഞ്ഞ ടിൻസിലെല്ലാം അസോർട്ടഡ് പാക്സ് ആയിരിക്കും ഉള്ളത്. അതായത് പല സെറ്റിൽ നിന്നുള്ള പല പാക്സ് ആയിരിക്കും ഉണ്ടാകുക. അതുകൂടാതെ ഒരു സെറ്റിന് വേണ്ടി മാത്രം ഇറക്കിയ ടിൻസും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ ആ സ്പെസിഫിക് സെറ്റിൻ്റെ ബൂസ്റ്റർ പാക്സ് മാത്രമേ കാണൂ. ഇനി പറയാൻ വന്ന ബോക്സ് പോക്കിമോൺ കളക്ടേഴ്സിനും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമുള്ള ബോക്സാണ് പോക്കിമോൺ കളക്ഷൻ ബോക്സ്. ഇത് പല ഷേപ്പിലും സൈസിലും അവൈലബിൾ ആണ്. ഇതിൽ ഒട്ടുമിക്ക ബോക്സിനും ഒരു തീം ബേസ്ഡ് ഡിസൈൻ കാണും. ബൂസ്റ്റർ പാക്സിനൊപ്പം പ്രൊമോ കാർഡ്സ്, കാർഡ് പ്രൊട്ടക്ടേഴ്സ്, പോസ്റ്റേഴ്സ്, ബൈൻഡേഴ്സ് ആൻഡ് ആക്ഷൻ ഫിഗേഴ്സും വരുന്ന ബോക്സ് പോക്കിമോൺ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് പ്രോഡക്റ്റാണ് അടുത്തത്. പോക്കിമോൺ കാർഡ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു പെർഫെക്റ്റ് ചോയ്സാണ് ഈ പ്രോഡക്റ്റ്, ബൂസ്റ്റ് ബോക്സസ്. ഈ ബോക്സിൽ ഒരു സെറ്റിലെ മാത്രം 36 പാക്സാണ് ഉള്ളത്. പണ്ടൊക്കെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് ടാർഗറ്റോ ബിഗ് W പോലുള്ള സ്റ്റോറിൽ നിന്ന് ഒരു ഫുൾ സീൽ ബോക്സായി വാങ്ങാൻ പറ്റില്ല. പോക്കിമോൺ ഈ ബോക്സ് സ്റ്റോറിൽ എത്തിച്ച് സ്റ്റോറിൽ നിന്ന് ഒരു സിംഗിൾ പാക്കായി വാങ്ങാനേ പറ്റൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഒരു സെറ്റിലെ കംപ്ലീറ്റ് കാർഡ്സ് കളക്ട് ചെയ്യാൻ ബൂസ്റ്റർ ബോക്സസ് ഒരു നല്ല ചോയ്സാണ്. പോക്കിമോൺ കാർഡ്സ് ഒരു കളക്റ്റബിളായി ഇറക്കുക എന്നതായിരുന്നില്ല ഇത് പ്രിന്റ് ചെയ്ത കമ്പനിയുടെ ഉദ്ദേശം. ഇതൊരു ട്രേഡിംഗ് കാർഡ് ഗെയിമാണ് പോക്കിമോൺ TCG. സോ അടുത്ത പ്രൊഡക്റ്റ് പോക്കിമോൺ TCG എന്ന ഗെയിമിനെ ബേസ് ചെയ്താണ് ബാറ്റിൽ ഡെക്സ്. ട്രേഡിംഗ് കാർഡ് ഗെയിമിന് വേണ്ടി മാത്രം ഫാക്ടറി അസംബിൾ ചെയ്ത് വരുന്ന ഒരു ഡെക്കാണിത്. ഓരോ ഡെക്കിനും അതിൻ്റേതായ ഗെയിം പ്ലാൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ബിൽറ്റ് ആൻഡ് ബാറ്റിൽ ബോക്സസ് ഒരു ഡെക്കിനെ ബേസിൽ നിന്ന് പല പ്ലേ സ്റ്റൈലിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കും. പക്ഷേ ഈ ബോക്സിൽ 4 ബൂസ്റ്റർ പാക്സും 40 റെഡി ടു പ്ലേ ഡെക്ക് കാർഡ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. എനർജി കാർഡ്സോ അല്ലെങ്കിൽ ഗെയിമിന് വേണ്ട മറ്റ് ആക്സസറീസോ ഉണ്ടാകില്ല. അവിടെയാണ് ബിൽറ്റ് ആൻഡ് ബാറ്റിൽ സ്റ്റേഡിയം നമ്മളെ സഹായിക്കാൻ പോകുന്നത്. നിങ്ങൾക്കൊരു TCG പ്ലെയറായി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് ഒരു പെർഫെക്റ്റ് ചോയ്സാണ്. ഫൈനലി നമ്മുടെ ലാസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലർ പ്രൊഡക്റ്റ് UPC അഥവാ അൾട്രാ പ്രീമിയം കളക്ഷൻ. ഇതിനെ ഒരു ഹൈ എൻഡ് ETB എന്ന് വേണമെങ്കിൽ വിളിക്കാം. ബൂസ്റ്റർ പാക്സ് കൂടാതെ പ്ലേ മാറ്റ്സ്, ഹൈ ക്വാളിറ്റി TCG സപ്ലൈ, പ്രൊമോ കാർഡ് കൂടാതെ മെറ്റൽ കാർഡ്സും അവൈലബിൾ ആണ്. ഇതൊക്കെ കൊണ്ട് തന്നെ കളക്ടേഴ്സിനിടയിൽ വളരെ ഫേമസ് ആയൊരു പ്രൊഡക്റ്റാണ് അൾട്രാ പ്രീമിയം കളക്ഷൻ. ഓക്കെ, ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഗീവ് എന്താണെന്ന് നോക്കാം. ഈ കാണുന്ന സർജിങ് സ്പാർക്സിൻ്റെ 2 ബൂസ്റ്റർ പാക്കാണ് ഈ വീഡിയോയിലെ ഗീവ്. ഇത് കിട്ടാൻ നിങ്ങൾ 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പോക്കിമച്ചാൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫേവറേറ്റ് പോക്കിമോൻ്റെ പേര് താഴെ കമൻറ്റ് ചെയ്യുക. ഗീവ് വിന്നറിനെ പതിവ് പോലെ 12th ജൂലൈ 7 PM യൂട്യൂബ് ലൈവിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ എൻ്റർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഇനി നമുക്ക് കാർഡ്സിൻ്റെ റെയറിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. പഴയ പോക്കിമോൺ പാക്സിലൊക്കെ ചേസ് കാർഡ് അല്ലെങ്കിൽ എക്സ്പെൻസീവ് കാർഡ്സിനെ ഒരു ബ്ലാക്ക് സ്റ്റാർ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ കാർഡ്സിനെ നമ്മൾ റെയർ കാർഡെന്ന് വിളിക്കും. ബ്ലാക്ക് സ്റ്റാറിനൊപ്പം ഒരു ഹോളോ പ്രിൻറ്റ് കൂടിയുള്ള കാർഡ്സാണ് ഹോളോ റെയർ. ആൻഡ് പണ്ടൊക്കെ സെറ്റിലെ ഏറ്റവും എക്സ്പെൻസീവ് കാർഡ് ഹോളോ റെയർ കാർഡ്സ് ആയിരിക്കും. പക്ഷേ ഇന്ന് റെയർ എന്ന് പറയുന്നത് ചേസ് സെഗ്മെൻറ്റിലേ ഇല്ല. റെയറിറ്റി സ്കെയിലിൽ ഏറ്റവും താഴത്തെ കാറ്റഗറിയിലാണ് ഇപ്പോൾ റെയർ കാർഡ്സ് ഉള്ളത്. പ്രധാനമായും 9 സെഗ്മെൻറ്റ്സ് ആയിട്ടാണ് റെയറിറ്റി സ്കെയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ കോമൺ. ഈ കാർഡ്സിനെ ഒരു ബ്ലാക്ക് ഡോട്ട് കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. പേര് പോലെ തന്നെ ഒരു പാക്കിൽ ഏറ്റവും കൂടുതലുള്ളത് കോമൺ കാർഡ്സ് ആയിരിക്കും. ഒരു ബൂസ്റ്റർ പാക്കിൽ 4 കോമൺ കാർഡ്സാണ് ഉള്ളത്. കോമൺ എന്ന റെയറിറ്റി 1996 പോക്കിമോൺ TCG ആദ്യമായി കാർഡ്സ് റിലീസ് ചെയ്തപ്പോൾ തൊട്ടേ ഉള്ളതാണ്. പൊതുവേ
ബേസിക് അല്ലെങ്കിൽ ഇവോൾവ് ആകാത്ത പോക്കിമോണാണ് കോമൺ എന്ന റേറിറ്റിക്ക് ഉണ്ടാകുക. പേരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കോമണിനേക്കാളും കുറച്ചുകൂടി റേറിറ്റി കൂടിയ അൺകോമൺ. ഒരു ബ്ലാക്ക് ഓർ വൈറ്റ് ഡയമണ്ട് ഷേപ്പാണ് ഈ റേറിറ്റിക്കുള്ളത്. ഒരു ബൂസ്റ്റർ പാക്കിന് നടുക്കായിരിക്കും അൺകോമൺ കാർഡ്സ് ഉണ്ടാകുക. ആൻഡ് പാക്ക് തുറക്കുമ്പോൾ 3 അൺകോമൺ ഉറപ്പായും കിട്ടും. കോമൺ പോലെ തന്നെ ഈ റേറിറ്റിയും പോക്കിമോൺ TCG റിലീസ് ചെയ്തപ്പോൾ തൊട്ടേ ഉള്ളതാണ്. ബേസിക്കിനൊപ്പം ഇവോൾവ് പോക്കിമോണും ഈ കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൂടാതെ ട്രെയിനർ കാർഡ്സും ഈ സിമ്പലിൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിന്നാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആകുന്നത്. റെയർ എന്ന റേറിറ്റി നമുക്കൊരു ബ്ലാക്ക് സ്റ്റാർ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ ബ്ലാക്ക് സ്റ്റാർ പ്രൊമോ എന്ന റേറിറ്റിയുമായി മാറിപ്പോയിരിക്കാൻ സൂക്ഷിക്കുക. ഒരു ബൂസ്റ്റർ പാക്കിൽ ഉറപ്പായും ഒരു റെയർ കാർഡ് കിട്ടും. 2 ടൈപ്പ് ഓഫ് റെയർ കാർഡ്സ് ആണുള്ളത്, ഹോളോ ആൻഡ് റിവേഴ്സ് ഹോളോ. കിട്ടുന്ന കാർഡ് റിവേഴ്സ് ഹോളോ ആണെങ്കിൽ അത് റിവേഴ്സ് ഹോളോ സ്ലോട്ടിലായിരിക്കും ഉണ്ടാകുക. ഈ പറഞ്ഞ സിമ്പിൾസൊക്കെ പോക്കിമോണിൻ്റെ ഇംഗ്ലീഷ് കാർഡ്സിന് മാത്രമാണുള്ളത്. ജാപ്പനീസ് പോക്കിമോൺ കാർഡ്സിൽ റെയറിറ്റി ഇംഗ്ലീഷ് ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. കോമൺ, അൺകോമൺ, റെയർ ഒക്കെ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ നമുക്ക് കാണാം. ഡബിൾ റെയർ എന്ന റെയറിറ്റിക്ക് 2 ബ്ലാക്ക് സ്റ്റാർസ് ആണുള്ളത്. ഇതിൻ്റെ ജാപ്പനീസ് വേർഷൻ കാർഡ്സിൽ 2 ക്യാപിറ്റൽ ആർസ് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബൂസ്റ്റർ പാക്കിൽ റെയർ കാർഡിന് പകരം കൂടിയ റെയറിറ്റിയുള്ള കാർഡ്സും കിട്ടിയേക്കാം. അതായത് ഇപ്പോൾ കണ്ട ഒരു ഡബിൾ റെയർ കാർഡോ അതിൽ കൂടിയ റെയറിറ്റിയുള്ള കാർഡ്സും ആവും. നിങ്ങൾക്കൊരു പാക്കിൽ നിന്ന് EX കാർഡ്സ് കിട്ടിയാൽ അതിൻ്റെ റെയറിറ്റി മിനിമം ഒരു ഡബിൾ റെയറെങ്കിലും ആയിരിക്കും. എയ്സ്പെക് കാർഡ്സിനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. യുണീക്ക് ആയിട്ടുള്ളൊരു പിങ്ക് സ്റ്റാർ ആണ് ഇതിൻ്റെ റെയറിറ്റി സിമ്പിൾ. ഈ കാർഡ് വളരെ റെയർ ആണെന്ന് മാത്രമല്ല കാർഡിൻ്റെ പാറ്റേൺ മറ്റ് കാർഡ്സിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആണ്. എയ്സ്പെക്കിൻ്റെ ജാപ്പനീസ് വേർഷനിൽ ഒരു പിങ്ക് സ്റ്റാറിന് പകരം ACE എന്ന ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇല്ലുസ്ട്രേഷൻ റെയർസിനെ നമുക്കൊരു ഗോൾഡൻ സ്റ്റാർ കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. ജാപ്പനീസ് വേർഷനിൽ ഈ റെയറിറ്റിയെ AR അഥവാ ആർട്ട് റെയർ എന്നാണ് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ കാർഡ്സിനുള്ള ഡിസൈനിലെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. കാർഡ്സിൻ്റെ ടോപ്പ് ടു ബോട്ടം ഒരു ഫുൾ പിക്ചർ അഥവാ ഒരു ഇല്ലുസ്ട്രേഷൻ ആയിരിക്കും ഉണ്ടാകുക. ഈ പിക്ചർ ഡിസൈൻ ചെയ്ത ആർട്ടിസ്റ്റിൻ്റെ പേരും റെയറിറ്റി സിമ്പലിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇല്ലുസ്ട്രേഷൻ റെയർ കാർഡ്സ് സെറ്റിൽ ഓൾറെഡി ഉള്ള കാർഡ്സിൻ്റെ കുറച്ചുകൂടി കാണാൻ രസമുള്ള കാർഡ് വേർഷൻസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ 151 ചാർസോഡിന് 3 വേരിയേഷൻസ് ആണുള്ളത്. ഈ 3 കാർഡ്സിൻ്റെയും സ്റ്റാറ്റ്സ്, അതായത് HP, മൂവ്സ് എല്ലാം സെയിം ആണ്. പക്ഷേ റെയറിറ്റിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ പോക്കിമോൺ ട്രേഡിംഗ് കാർഡ് ഗെയിം കളിക്കുന്നവർക്ക് കാർഡ്സ് എളുപ്പത്തിൽ കിട്ടാനും മാത്രമല്ല എന്നെപ്പോലുള്ള കാർഡ് കളക്ടേഴ്സിന് ഒരു സെറ്റിലെ റെയർ കാർഡ് ചേസ് ചെയ്യുമ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി കൂടിയാണ്. നിങ്ങളൊരു കാർഡിൻ്റെ ലെഫ്റ്റ് ബോട്ടം കോർണർ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്പേഴ്സ് അവിടെ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ ഇപ്പോൾ തുറന്ന സെറ്റിൽ എത്ര കാർഡ്സ് ഉണ്ടോ അതിൻ്റെ ടോട്ടൽ നമ്പറാണത്. നിങ്ങളുടെ കാർഡ് ഈ സെറ്റിൽ എത്രാമതെയാണെന്ന് കാണിക്കുന്നതാണ് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം. പക്ഷേ ചിലപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സിനേക്കാൾ കൂടുതലുള്ള നമ്പർ നിങ്ങൾ കണ്ടേക്കാം. ഇതിനെയാണ് സീക്രട്ട് റെയർ എന്ന് പറയുന്നത്. പക്ഷേ പലതരം റെയറിറ്റി സിമ്പിളുകളുടെ ഒരു കോമ്പിനേഷനാണ് സീക്രട്ട് റെയർ ആൻഡ് ഇല്ലുസ്ട്രേഷൻ റെയർ. ഇതിലൊരു റെയറിറ്റി മാത്രമാണ്. ചുരുക്കം പറഞ്ഞാൽ സെറ്റിൽ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സിനേക്കാൾ കൂടുതൽ വരുന്ന ഏത് റെയറിറ്റിയും സീക്രട്ട് റെയർ ആണ്. ഡബിൾ റെയറിനോട് ചെറിയൊരു സാമ്യമുള്ള റെയറിറ്റിയാണ് അൾട്രാ റെയർ. ബ്ലാക്ക് സ്റ്റാർസിന് പകരം സിൽവർ സ്റ്റാർസ് ആണ് അൾട്രാ റെയർ കാർഡ്സിനുള്ളത്. SR അല്ലെങ്കിൽ സൂപ്പർ റെയർ എന്നാണ് ഇതിൻ്റെ ജാപ്പനീസ് വേർഷനുള്ളത്. അൾട്രാ റെയർസിന് അതിൻ്റേതായ ഒരു യുണീക്ക് ലുക്കുണ്ട്. ഇതിൻ്റെ ആർട്ട് വർക്ക് കാർഡിൻ്റെ ടോപ്പ് ടു ബോട്ടം ഉണ്ടാവും. പക്ഷേ ഇല്ലുസ്ട്രേഷൻ റെയർസിൻ്റെ അത്രയും ഡീറ്റെയിൽഡ് ആർട്ട് വർക്ക് ആയിരിക്കില്ല. ഒരു ബൂസ്റ്റർ പാക്കിൻ്റെ റെയർ സ്ലോട്ടിലായിരിക്കും നിങ്ങൾക്ക് അൾട്രാ റെയർസിനെ കാണാൻ സാധിക്കുക. അൾട്രാ റെയർസിനും ഇനി മുന്നോട്ട് പറയാവുന്ന റെയറിറ്റീസിനും ഒരു ടെക്സ്ചർ കാണും. ഞാൻ ക്യാമറയിൽ ഇത് കാണിക്കാൻ മാക്സിമം ശ്രമിക്കാം. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ അത് വേറെ തന്നെയാണ്. ഓരോ ഇല്ലുസ്ട്രേഷനും അതിൻ്റേതായ ഒരു ഫിംഗർ പ്രിൻറ്റ് കാർഡിൽ പ്രസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അതിൻ്റെ ആർട്ട് വർക്ക് കൂടി വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായ ഒരുപാട് ഡെപ്ത് ഉള്ളൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പറയാൻ പോകുന്ന റെയറിറ്റി എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റെയർ. 2 ഗോൾഡ് സ്റ്റാർസ് കൊണ്ട് നമുക്ക് ഈ റെയറിറ്റിയെ തിരിച്ചറിയാം. ഇതിൻ്റെ ജാപ്പനീസ് വേർഷനിൽ SAR അഥവാ സ്പെഷ്യൽ ആർട്ട് റെയർ എന്നാണ് പറയുന്നത്. കാർഡിൻ്റെ ഭംഗിയും യുണീക്ക് ഡിസൈനും പിന്നെ പുൾ റേറ്റ് അഥവാ കാർഡ് കിട്ടാനുള്ള സാധ്യത ഒക്കെ കണക്കിലെടുത്താണ് ഒരു സെറ്റിലെ ചേസ് കാർഡ് തീരുമാനിക്കുന്നത്. ഒട്ടുമിക്ക സെറ്റിലെ ചേസ് കാർഡും സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റെയർസ് ആയിരിക്കും. ഒരു ബൂസ്റ്റർ പാക്കിലെ റിവേഴ്സ് ഹോളോ സ്ലോട്ടിലായിരിക്കും നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ റെയർസും സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റെയർസും കാണാൻ സാധിക്കുക. അടുത്തതായി റെയറിറ്റി സ്കെയിലിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഹൈപ്പർ റെയർ. 3 ഗോൾഡ് സ്റ്റാർ കൊണ്ട് ഈ റെയറിറ്റിയെ നമുക്ക് തിരിച്ചറിയാം. ഇതിൻ്റെ ജാപ്പനീസ് വേർഷനിൽ UR അഥവാ അൾട്രാ റെയർ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷ് വേർഷനിലെ അൾട്രാ റെയറുമായി മാറിപ്പോയിരിക്കാൻ സാധിക്കുക. ഹൈപ്പർ റെയർ കാർഡ്സിന് ഒരു ഡീപ്പ് ടെക്സ്ചറിനൊപ്പം ഒരു ഗോൾഡ് കോട്ടിംഗ് കൂടി കാണാൻ സാധിക്കും. ഒരു സെറ്റിൽ ഹൈപ്പർ റെയർ കാർഡ്സിനായിരിക്കും ഏറ്റവും ലാർജസ്റ്റ് നമ്പേഴ്സ് ആൻഡ് ഈ കാർഡ്സിന് മുകളിൽ വേറെ ഒരു നമ്പേഴ്സും ഉണ്ടാകില്ല. ഇത്രയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു സെറ്റിലെ മോസ്റ്റ് എക്സ്പെൻസീവ് കാർഡ് ഹൈപ്പർ റെയർ കാർഡ്സ് ആണെന്ന്.
പക്ഷേ അല്ല. സ്പെഷ്യൽ ഇല്ലുസ്ട്രേഷൻ റേസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കാർഡിൻ്റെ ടെക്സ്ചർ, ആർട്ട് വർക്ക് ആൻഡ് മൊത്തത്തിലുള്ളൊരു ഭംഗി ഹൈപ്പർ റെയർ കാർഡ്സിന് കുറവാണ്. SIRനെ പോലെ തന്നെ ഒരു ബൂസ്റ്റർ പാക്കിലെ റിവേഴ്സ് ഹോളോ സ്ലോട്ടിലായിരിക്കും നിങ്ങൾക്ക് ഹൈപ്പർ റെയർ കാർഡ്സിനെ കാണാൻ സാധിക്കുക. നിങ്ങൾ പോക്കിമോൺ ആനിമെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചില പോക്കിമോണിന് ഒരു സ്പാർക്ലിംഗ് എഫക്റ്റ് ഉള്ളതായി കാണാം. ഒരേ സ്പീഷീസിലുള്ള മറ്റ് പോക്കിമോണുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിലും വ്യത്യാസമുണ്ട്. ഈ പോക്കിമോണെ നമ്മൾ ഷൈനി പോക്കിമോൺസ് എന്ന് വിളിക്കും. റെയറിറ്റി സ്കെയിലിൽ ഇതിന് ഷൈനി റെയർ എന്നാണ് പറയുന്നത്. ജാപ്പനീസ് വേർഷനിൽ S എന്ന ലെറ്ററാണ് ഈ റെയറിറ്റിക്കുള്ളത്. ഇംഗ്ലീഷ് വേർഷനിലെ ഇല്ലുസ്ട്രേഷൻ റെയറിനെ പോലെ തന്നെ ഒരു ഗോൾഡൻ സ്റ്റാർ ഈ റെയറിറ്റിക്കുണ്ട്. പക്ഷേ ഒരു ഗോൾഡൻ ഔട്ട്ലൈനുള്ള ഫില്ലിംഗ് ഇല്ലാത്ത സ്റ്റാർ ആയിരിക്കും ഷൈനി റെയറിനുള്ളത്. ഷൈനി അൾട്രാ റെയറിൻ്റെ ജാപ്പനീസ് വേർഷനിൽ ഇതിനെ SSR അഥവാ ഷൈനി സൂപ്പർ റെയർ എന്ന് വിളിക്കും. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ 2 ഷൈനി സ്റ്റാർസാണ് ഉള്ളത്. അൾട്രാ റെയർ എന്ന റെയറിറ്റിയുടെ ഒരു ഷൈനി വേർഷനാണിത്. ഇപ്പോൾ പറഞ്ഞ റെയറിറ്റികളുടെ കാർഡ്സ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് കളറിലും ഡിസൈനിലുമുള്ള വ്യത്യാസം മനസ്സിലാവും. എല്ലാ സെറ്റിനും നിങ്ങൾക്ക് ഷൈനി കാർഡ്സ് കാണാൻ സാധിക്കില്ല. ഏറ്റവും റീസെൻ്റ്ലി ഇറങ്ങിയ സെറ്റ്സിൽ പെള്ളൈൻ ഫേറ്റ്സിന് മാത്രമാണ് ഷൈനി കാർഡ്സ് ഉള്ളത്. ഇനി പറയാൻ പോകുന്നത് ഒഫീഷ്യലി ഒരു റെയറിറ്റി അല്ല, പക്ഷേ ഇതിനെക്കുറിച്ച് പറയാതിരിക്കാനും പറ്റില്ല. ബ്ലാക്ക് സ്റ്റാർ പ്രമോ കാർഡ്സ്. ഇതിൻ്റെ റെയറിറ്റി സിമ്പിൾ ഒരു ബ്ലാക്ക് സ്റ്റാർ, അതിൽ പ്രമോ എന്ന് ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ടാവും. ഇതിൻ്റെ ജാപ്പനീസ് വേർഷനിൽ ഒരു ബ്ലാക്ക് റെക്റ്റാങ്കിളിനകത്തായിരിക്കും പ്രമോ എന്ന് എഴുതിയിട്ടുണ്ടാവുക. പേര് പോലെ തന്നെ പല വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സിൻ്റെ പ്രമോ കാർഡായിട്ടോ അല്ലെങ്കിൽ പോക്കിമോൺ ഇവൻറ്റ്സിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് പ്രമോ കാർഡ്സ് കിട്ടുക. ഇപ്പോൾ പറഞ്ഞ റെയറിറ്റികളൊക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇത്തിരി കൺഫ്യൂസിംഗ് ആയി തോന്നിയേക്കാം. അതുകൊണ്ട് പോക്കിമോൺ TCG കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമുക്കിനി വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് പോക്കിമോൺ കാർഡ്സ് കളക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ മസ്റ്റായി അറിഞ്ഞിരിക്കുന്നതാണ്. മാത്രമല്ല പോക്കിമോൺ TCG കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് നിങ്ങളുടെ പോക്കിമോൺ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ആൻഡ് മറക്കാണ്ട് സബ്സ്ക്രൈബ് ഫോർ മോർ.